ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഋതികയോട് ചോദിക്കുന്ന മാഡം എവിടെയാ? ഞാൻ വീട്ടിലാ. അയ്യോ, ഇത്ര പെട്ടെന്ന് വീട്ടിലെത്തിയോ? മാഡം, ഇവിടെ നടന്നതിനൊക്കെ ക്ഷമ ചോദിക്കാനാ ഞാൻ കോൾ ചെയ്തത്. രാജു എന്തിനാ ക്ഷമ ചോദിക്കുന്നത്? ഞാൻ രാജുവിൻ്റെ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു. രമ്യയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ അവിടെ വരുന്നത് രമ്യയ്ക്കോ രമ്യയുടെ പേരൻസിനോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നും ഇല്ല ഋതിക മാഡം. ഞാൻ രമ്യയോട് സംസാരിക്കാം. വേണ്ട രാജു, ഞാൻ കാരണം രാജുവിനോ രാജുവിൻ്റെ കുടുംബത്തിനോ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. മാഡം എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകളൊക്കെ പറയുന്നത്? അയ്യോ രാജു, ഞാൻ രാജുവിനെ വിഷമിപ്പിക്കുവാണെങ്കിൽ സോറി. ശരിക്കും ഇതല്ല രാജു സത്യം. ഞാൻ എന്നെ തന്നെ കുറച്ച് നിയന്ത്രിക്കേണ്ടതുണ്ട്. എനിക്കറിയില്ല രാജു, എൻ്റെ ജീവിതം ഇങ്ങനെ ഗതി അറിയാതെ മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുവാണ്. ജീവിതത്തിൽ ആകമാനം വിഷമങ്ങളും നാണക്കേടുകളും മാത്രമേ ഈ ഋതികയ്ക്കുണ്ടായിട്ടുള്ളൂ രാജു. അങ്ങനെയൊന്നും പറയല്ലേ മാഡം. അങ്ങനെ മാഡം ചിന്തിക്കരുത്. എനിക്ക് മാഡത്തിൻ്റെ വിഷമം മനസ്സിലാകുന്നുണ്ട്. മാഡം എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാഡത്തിനെ വിളിച്ചത്. ഇവിടെ നടന്നതൊക്കെ മാഡത്തിന് വിഷമമായി കാണുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മാഡം വിഷമിക്കരുത്. മാഡം വിഷമിച്ചാൽ പിന്നെ എനിക്കും വിഷമമാവും. ഇല്ല രാജു, രാജു എന്നെ വിളിച്ചല്ലോ, എനിക്കത് മാത്രം മതി. ഞാൻ മാഡത്തിനെ വിളിച്ചോളാം. എനിക്ക് പുറത്തോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. രാജുവിൻ്റെ വീട്ടിൽ വേണുവേട്ടനും രാധമ്മയും കൂടെ വിളക്കൊക്കെ കത്തിച്ചു നിന്ന് പ്രാർത്ഥിക്കുവാണ്. വേണുവേട്ടൻ പറയുക, നമ്മുടെ ഈ വീട്ടിൽ നിന്ന് വളരെ സങ്കടത്തോടെയാണ് ഋതിക മാഡം ഇറങ്ങിപ്പോയത്. ഈ ശാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ട് തീർക്കും രാധേ? മോളെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. പാവം, ഒരുപാട് വിഷമിച്ചു കാണും. എന്നാലും എൻ്റെ രാധേ, ജയനും പ്രിയയ്ക്കും ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജയന പ്രിയയെ കൂടെ മാറ്റിയെടുത്തത്. ഈ ഓന്തിനെ പോലെയുള്ള അവൻ്റെ സമയത്തിനുള്ള നിറമാറ്റം ഉണ്ടല്ലോ. ഇങ്ങനെ പോയാൽ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും. വേണ്ട വേണുവേട്ട, നിങ്ങൾ വെറുതെ പ്രശ്നത്തിനൊന്നും പോവണ്ട. തർക്കിച്ചും വാദിച്ചും ജയിക്കാൻ അവൻ പണ്ടേ മിടുക്കനാണല്ലോ. വേണുവേട്ടൻ പറയുക, എന്തും വളയുന്നേ അവൻ്റെ ആ വൃത്തികേട്ട നാവുണ്ടല്ലോ, അതാദ്യം പിഴുതെറിയണം. എനിക്ക് നല്ല ഉറപ്പുണ്ട് രാധേ, ഇത് അവൻ രാജുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടില്ല. രുക്മിണിയോ രമ്യയോ അവന് നല്ല പാരിതോഷികം കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ്റെ ഈ മനംമാറ്റം. അതും അല്ലെങ്കിൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചിട്ടുണ്ടാവും. അല്ലാതെ കൊണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. രാധമ്മ പറയുക, വേണുവേട്ട, അവൻ്റെ ബിസിനസ്സിന് വലിയൊരു ഇടിവ് സംഭവിച്ചില്ലേ? അവൻ്റെ കട തീപിടിച്ച് നശിച്ചതിന് വലിയൊരു തുക ഇൻഷുറൻസായിട്ട് കിട്ടിയെന്നല്ലേ അവൻ നമ്മളോട് പറഞ്ഞത്? എനിക്കത് അവൻ പറഞ്ഞപ്പോഴേ അറിയായിരുന്നു അത് നുണയാണെന്ന്. സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയേ അവൻ രമ്യയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് വേണുവേട്ട അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ പ്രിയയുടെ കാര്യം പറയണോ? കുറച്ച് കാശോ സ്വർണമോ ഏതെങ്കിലും അവിടെ മുന്നിലോട്ട് വെച്ചാൽ അവിടെ കണ്ണ് അപ്പം മഞ്ഞളിക്കും. എല്ലാ കാര്യങ്ങളും ഇതുപോലെയല്ലേ വേണുവേട്ട നടക്കത്തുള്ളൂ. ഋതികമോളും രാജുവുമാണ് ജീവിതത്തിൽ ഒന്നിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനി ആരൊക്കെ എന്തൊക്കെ തടസ്സം ഉണ്ടാക്കിയാലും അത് തന്നെ നടന്നിരിക്കും. എല്ലാം വിധിക്ക് അങ്ങോട്ട് വിട്. ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുക. വേണുവേട്ടനും അങ്ങനെ ചിന്തിച്ചാൽ മതി. അതൊക്കെ ശരിയാരാതെ. പക്ഷേ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതാ ഇപ്പോൾ എനിക്ക് ഒട്ടും സമാധാനം കിട്ടാത്തത്. അതെന്തോ വേണുവേട്ട ഇപ്പോഴൊരു പുതിയ പ്രശ്നം? ഒരാഴ്ചയിൽ കൂടുതലായി പത്മാവതി മാഡം എന്നെ ഫോണിൽ വിളിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫുമാണ്. അതിന് വേണുവേട്ട, പത്മാവതി മാഡം എവിടാ താമസിക്കുന്നത് അറിയാമെങ്കിലേ അവിടെ വരെ ഒന്ന് പോയി നോക്കിയാൽ പോരെ? ഞാൻ അവിടെ പോയി അന്വേഷിച്ചിരാതെ മാഡത്തിൻ്റെ സെർവൻറ്റുമായിട്ട് സംസാരിക്കുകയും ചെയ്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവർ പുറത്തെവിടെ പോയിട്ട് വന്നപ്പോൾ മേഡത്തിനെയും കാണാനില്ല, മേഡത്തിൻ്റെ ഫോണും ഇല്ലെന്ന്. എങ്ങോട്ട് പോയതാണെന്ന് യാതൊരു വിവരമില്ലെന്നാ ആ ജോലിക്കാരിയും പറയുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, ഇന്ന് നിൽപ്പില്ല മേഡം ഇതെങ്ങോട്ട് പോയി? അതിന് മേഡം എങ്ങോട്ടെങ്കിലും പോയതാണോ അതോ ഇനി വല്ലവരും? എന്തിനാ വേണുവേട്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഋതിക മോളുടെ കാര്യത്തിൽ പത്മാവതി മേഡത്തിന് വലിയ വിഷമമായിരുന്നില്ലേ? സ്വന്തം മോക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്ത മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ആരോടും ഒന്നും പറയാതെ കുറച്ചു നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുവാണെങ്കിലോ? ദൈവമേ, അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഋതിക രാത്രിയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുവാണ്. രോഹൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞതും രോഹൻ അവൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചതും എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് അവൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൻ്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബർത്ത്ഡേക്ക് വിളിച്ചാൽ ഞാൻ ഇത്ര ഇറിറ്റേഷനായത്. ഞാനെങ്ങും പോകത്തില്ല അവൻ്റെ പിറന്നാളിന്. അവൻ്റെ മുഖം കണ്ടാക്കൂടെ മതി. ആട്ടിൻതോലണിഞ്ഞ ഒരു ചെന്നായ അവൻ. അതും പോരാഞ്ഞിട്ട് അവൻ രാജുവിനെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. എന്തായിരിക്കും അവൻ രാജുവിനെ ക്ഷണിക്കാനുണ്ടായ കാരണം? രാജു ഉറങ്ങിക്കാണുമോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ.
ഓ അല്ലെങ്കിൽ വേണ്ട, പാവം, എല്ലാവർക്കും പാവ പോലെ ഇട്ട് തട്ടിക്കളിക്കാനുണ്ടായ ഒരു ജന്മം. വിളിക്കണ്ട, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കിയാലോ എന്നും പറഞ്ഞ് ഋതിക രാജുവിനൊരു മെസ്സേജ് ഇടുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട് രാജു ഇങ്ങനെ ഇരിക്കുവാണ്. ഋതിക മേഡം ആണല്ലോ, മേഡം ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാനിട്ട മെസ്സേജ് രാജു കണ്ടല്ലോ, അപ്പോഴുറങ്ങിയിട്ടില്ല, എന്നാ ഒന്ന് വിളിച്ചു കളയാം എന്നും പറഞ്ഞ് ഋതിക രാജുവിനെ വിളിക്കുവാണ്. ഹലോ മേഡം, മേഡം ഉറങ്ങിയില്ലേ ഇതുവരെയും? എങ്ങനെ ഉറങ്ങാനാ രാജു? മനസ്സിനൊരു സമാധാനം വേണ്ടേ? അതിപ്പോൾ എന്താ മേഡത്തിൻ്റെ മനസ്സിനൊരു സമാധാനക്കുറവ്? എന്താ രാജു, രാജുവിനറിയില്ലേ? അയ്യോ ഇല്ല മേഡം. രാജു, നാളെ ആ രോഹൻ്റെ ബർത്ത്ഡേയാ. അതിനെന്താണെന്നാണോ രാജു ചോദിക്കുന്നത്? അവൻ്റെ ക്ഷണം സ്വീകരിച്ചേ ഇനി നാളെ അങ്ങോട്ട് പോവണ്ടേ? പോണം മേഡം, അതിനെന്താ? രാജു തേണ്ടേ, നിനക്കെല്ലാം അറിയാം, പക്ഷേ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതാ എനിക്ക് വിഷമം. മേഡം ക്ഷണം സ്വീകരിച്ച് എന്തായാലും നമ്മൾ പോയല്ലേ പറ്റൂ. അപ്പോൾ രാജു നാളെ വരുന്നുണ്ടോ? ആ, രോഹൻ സാർ എന്നെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചതല്ലയോ, അപ്പോൾ വരാതെ പറ്റില്ലല്ലോ. ആ, രാജു വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാ രാജു. അങ്ങനെ ഋതിക പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് പറയുക, ആ രാജു വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് രാജു നോക്കിക്കോളും. പാവം ഋതിക മേഡം ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ആ രോഹൻ്റെ നോട്ടവും പെരുമാറ്റവും ഒക്കെ ഋതിക മേഡത്തിന് ഭയങ്കര സങ്കടപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്കും ടെൻഷൻ. ഋതിക മേഡത്തിന് രോഹനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മേഡത്തിൻ്റെ ജീവിതത്തിൽ നിന്നും രോഹനെ ഒഴിവാക്കേണ്ടത് എൻ്റെ കടമയാണ്. പക്ഷേ രോഹൻ പോയാലും മേഡത്തിന് എന്നോടുള്ള പ്രണയത്തിന് ഞാൻ എന്ത് സമാധാനം പറയും? രോഹനാണെങ്കിൽ രാവിലെ ഉറക്കമെണീറ്റിട്ട് അവിടെയൊക്കെ എല്ലാവരെയും നോക്കുവാണ്. ചേടാ, ഇതാരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ മറിഞ്ഞിരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ രോഹൻ എന്നും പറഞ്ഞ് എഴുന്നേക്കുവാണ്. അച്ഛനും അമ്മയും മകന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. മോൻ അവരുടെ അനുഗ്രഹം മേടിക്കുന്നു. രോഹൻ്റെ അമ്മ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരുടെ ക്ഷേത്രത്തിൽ പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമായിരുന്നു. മോൻ എഴുന്നേറ്റ് വന്നിട്ട് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ കൂടെ പോകാതെ എന്നെ ഞെട്ടിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുമായിരുന്നെന്ന് പറ, അതല്ലേ ശരി? രോഹൻ്റെ കൂട്ടുകാരൊരുത്തൻ പറയുന്നു, ആൻറ്റി ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഇവനെ രാത്രി 12 മണിക്ക് ഞങ്ങൾ കുത്തി എണീപ്പിച്ചു. അന്നിവൻ ഞങ്ങളെ രണ്ടുപേരെ ഓടിച്ചിട്ടിടിച്ച്. ക്ഷമിക്കും മോനെ, ഇവൻ വലിയ ഉറക്കപ്രാന്തനാ. എടാ, നിങ്ങളാരും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേടാ? ഗിഫ്റ്റൊക്കെ വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് നിൻ്റെ കയ്യിൽ വരും. ഓ, നമ്മളൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റിന് ഇവന് പിടിക്കുവോ എന്തോ. അവൻ്റെ വുഡ് ബി ഇപ്പം ഗിഫ്റ്റുമായിട്ട് വരുമല്ലോ. എന്നാ മക്കളെ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോവുകയാണ്. എടാ രോഹ, നീ നിൻ്റെ ഭാവി അമ്മായിച്ചനെ ഏതോ വലിയ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അപ്പം മറ്റേവൻ പറയാം, എടാ പോടാ, ഇത് അവൻ്റെ സ്ഥിരം നമ്പറല്ലേ. ആരെയെങ്കിലും ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ അവരറിയാതെ അവരെ ഒരു കുഴിയിലോട്ട് തള്ളിവിടും. ആ കുഴിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സഹായിക്കാൻ കഴിയാത്തവരെ അവൻ ആദ്യം അയക്കും. എന്നിട്ട് സഹായിക്കാൻ വന്നവനെ സൈഡിലോട്ടാക്കിയിട്ട് അളിയൻ എന്തോ ചെയ്യും? സഹായിച്ച് അവിടെ വലിയ സ്റ്റാറാകും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. എടാ അളിയ, നിന്റെ വീട്ടിലെ ജോലിക്കാരി ഇപ്പോഴും ആ പഴയ കുട്ടി തന്നെയാണോ? അവൾ പോയടാ, പക്ഷെ അതിനേക്കാളൊക്കെ സുന്ദരിയായിപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ കോഫി മാത്രം ആക്കണ്ട, നമുക്കെന്തെങ്കിലും പലഹാരം കൂടെ കഴിക്കാം. ആദ്യം നീ ഞങ്ങൾക്ക് ആ സുന്ദരി ഒന്ന് പരിചയപ്പെടുത്തിത്താടാ. ആക്രാന്തം പിടിക്കാതെടാ, വാടാ എന്നും പറഞ്ഞ് രോഹൻ അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അംബികയും മകനും രോഹനെ എങ്ങനെ ഒതുക്കാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ദീപക്ക് പറയുക, അന്ന് അവൻ്റെ കാറിൽ വെച്ച സാധനം അമ്മാവൻ്റെ കാറിൽ വന്നപ്പോഴേ ഞാൻ അവനെ ഒതുക്കേണ്ടതായിരുന്നു. അവൻ അവൻ്റെ കാറിൽ തന്നെ സാധനം എടുത്ത് അമ്മാവൻ്റെ കാറിൽ വെച്ചിട്ട് അമ്മാവനെ രക്ഷിച്ചിട്ട് വലിയ സൂപ്പർ സ്റ്റാറുമായി. ദിവ്യ ഒതുക്കാൻ കഴിഞ്ഞ പോലെ നമുക്ക് രോഹനെ ഒതുക്കാൻ എന്താമ്മേ സാധിക്കാത്തത്? രോഹനെ ഒതുക്കാനുള്ള സമയവും സന്ദർഭവും ഒക്കെ നമുക്കിതുവരെ കിട്ടാത്തത് കൊണ്ടാടാ. ഈ അംബികയുടെ കണ്ണിൽ അങ്ങനെ രോഹനെ ഒതുക്കാനൊരവസരം ഉണ്ടായാൽ പിന്നെ ആ ചെറുക്കൻ ഈ പടി കടന്നു വരില്ല. പ്രതാപനെ കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കരുണ തടിപ്പിക്കും. ഇനി എന്ന് ചെയ്യാനമ്മേ? അമ്മ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെ ഓർത്ത് അതൊന്ന് നേരത്തെ ആക്കാൻ പറ്റുമോ? എടാ ദീപക്കെ, നീ ഇങ്ങനെ പേടിക്കാതെ. ഋതിയയ്ക്ക് രാജുവിനുള്ള അഗാധമായ പ്രണയം കാരണം രോഹനുമായി നടക്കാൻ സാധ്യതയുള്ള വിവാഹം അവൾ എങ്ങനെങ്കിലും രാജുവിനെ കൊണ്ട് മുടക്കിപ്പിക്കും. ഈ വിവാഹം മുടക്കാനേ നമ്മളങ്ങനെ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
അമ്മ ഒന്ന് മനസ്സിലാക്കണം. ഹൃദയയ്ക്ക് രാജുവിനോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതലാണ് ഹൃദയയ്ക്ക് അമ്മാവനോടുള്ള സ്നേഹം. അവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് അവളുടെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. ഇപ്പോഴാണെങ്കിലോ മുമ്പത്തെ പോലെയല്ല അമ്മാവൻ്റെ മകള് സ്നേഹം. അതങ്ങ് വളർന്നങ്ങ് അതിര് കടന്നുകൊണ്ടിരിക്കുക. അവൾ സ്നേഹിക്കട്ടാ. ഇതുപോലെ വർഷങ്ങളോളം അവൻ മനസ്സിൽ ആരാധിച്ചു കൊണ്ട് നടന്ന അവൻ്റെ ഭാര്യ പത്മാവതിയെ ഇനി ഒരിക്കലും അവൻ സ്നേഹിക്കാത്ത വണ്ണം വെറുപ്പിച്ചിട്ട് അവളുടെ പേര് കേട്ടപ്പോലും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാക്കിയത് ആരാ? അമ്മ, അല്ലാതാരാ? അപ്പോൾ പിന്നെ ഞാനിതിൻ്റെ ബാക്കി നിന്നോട് പറയണോ? പക്ഷേ അമ്മ, രോഹൻ്റെ കാര്യം, അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവുക. അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് കുളവാക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും എൻ്റെ തലയിൽ തെളിയുന്നതുമില്ല. എടാ മോനെ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് അത് വളവാകത്തുള്ളെന്ന് നീ കേട്ടിട്ടില്ലേ? അതൊക്കെ എനിക്കങ്ങനെ അറിയാമേ. എങ്കിൽ നീ കേട്ടോ. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. നന്മയുള്ള നിഷ്കളങ്കൻ്റെ മുഖംമൂടിയാണ് ഞാൻ നിന്നേക്കാളും. തലതെറിച്ച ഒരുത്തനാവൻ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. പക്ഷേ അവൻ്റെ ഗെയിം തനിച്ച. അവന് ശരിക്കും ഹൃതിയോട് പ്രണയമാണ്, അഗാധമായ പ്രണയം. അവൻ്റെ ഈ പിറന്നാൾ ആഘോഷം ഹൃതികയുടെ മുന്നിൽ വെച്ച് അവനെ നാണം കെടുത്താനുള്ള ഒരു അവസരമാക്കി നമ്മൾ മാറ്റണം. അതെങ്ങനെയാമ്മേ? ഒന്ന് സമാധാനപ്പെടൻ്റെ മോനെ. അമ്മ വിശദമായിട്ട് പറഞ്ഞുതരാം. നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഒരുപാട് വിശദീകരിച്ച് സമയം കളയാനില്ലമ്മേ. രോഹൻ്റെ വീട്ടിലോട്ട് ഇറങ്ങാൻ സമയമായി. സ്നേഹം അഭിനയിച്ച് എത്ര കൊടും ക്രൂരമായ പാവങ്ങൾ ചെയ്യാനും ഒരു മടി പോലുമില്ലാത്ത അംബിക മകന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഹൃതിയെ അങ്ങനെ രോഹൻ്റെ പിറന്നാളാഘോഷത്തിന് പോകാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് യാമിനിയോട് പറയുക, ആകപ്പാട് പുലിവാലാണ് കേട്ടോ. അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല ചെറിയമ്മേ. അവന് ഡബിൾ മൈൻഡാ. ദീപക്കിനാണെങ്കിൽ ഒറ്റ മൈൻഡേ ഉള്ളു, ഞാൻ വഴി എൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണമെന്ന്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവനെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. രോഹൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചെറിയമ്മേ. പഠിച്ച കള്ളനാവൻ. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും മോളെ? അവരിങ്ങോട്ട് വന്ന് അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മളെ ക്ഷണിച്ച് ഇനിയിപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ മോടെ കല്യാണത്തിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുമെന്നാ എൻ്റെ പേടി. അയ്യോ എൻ്റെ ചെറിയമ്മ കൂടി എന്നെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കല്ലേ. ചെറിയമ്മേ, ഞാനൊരു വേല ചെയ്താലോ? പനിയാണെന്നും പറഞ്ഞ് ഞാൻ മുറിയിൽ പോയി കിടന്നാലോ? അയ്യോ മോളെ, അങ്ങനൊന്നും ചെയ്യല്ലേ. പ്രതാപേട്ടൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറെ വിളിച്ചു വരുത്തും. പിന്നെ ഇതൊക്കെ നുണയാന്നറിഞ്ഞാലേ ആകെ പ്രശ്നമാകുവേ. അയ്യോ അതും ശരിയാ. ഇനി എന്ത് ചെയ്യും ചെറിയമ്മേ? മോള് ടെൻഷനാകാതെ നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി അഥവാ നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം അവരെടുക്കുന്നതെന്നുണ്ടെങ്കിൽ രോഹൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കാം. ചെറിയമ്മേ, സത്യമാണോ? ചെറിയമ്മ സംസാരിക്കുമോ? സംസാരിക്കാം മോളെ. മോള് ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ അങ്ങോട്ട് രാജു വലിയ സന്തോഷത്തോടെ വന്നിട്ട് ചോദിക്കുന്നു, എല്ലാവരും റെഡിയല്ലേ? വർമ്മ സാർ എവിടാ? എന്നാലേ ഞാൻ പുറത്തു പോയി നിൽക്കാം. രാജു എന്തിനാ പുറത്തു പോയി നിൽക്കുന്നത്? രാജു ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് ഹൃതിക രാജുവിൻ്റെ കൈക്ക് കയറി അങ്ങ് പിടിക്കുവാണ്. സാർ റെഡിയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. സാറിനി ഇറങ്ങാൻ ലേറ്റാവുകയാണെങ്കിലേ പുറത്തുള്ളവരെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാം. എൻ്റെ പൊന്നു രാജു, തോട്ടത്തിലെ പണികളൊക്കെ അവർ ചെയ്തോളും. രാജു ആദ്യം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്താ. അതിന് മേഡത്തിന് എന്തോ പ്രശ്നം? യാമിനി ഉടനെ പറയുക. രോഹൻ്റെയും ഋതുമോളുടെയും കാര്യത്തിൽ എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് രാജുവും പിന്നോട്ട് നിൽക്കരുത്. ഇത് കേട്ടോണ്ട് അംബികയും മോനും മുകളിൽ നിന്നിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹൻ്റെ ബർത്ത്ഡേ പാർട്ടി കുളവാക്കാൻ അമ്മയും മകനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ആ പ്ലാൻ എന്നൊക്കെ അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.